മക്കളെ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ചെറുതിൽ നിന്നും വലുതെന്ന ക്രമത്തിൽ മൃഗങ്ങളെ അവയുടെ വലിപ്പം അനുസരിച്ച് ക്രമീകരിച്ചിരിക്കുന്നു. ഏതാണ് ശരിയായ ക്രമം? പട്ടി, ആന, സിംഹം, അണ്ണാൻ, സിംഹം, ആന, കുതിര, ആന, എലി, പൂച്ച, പശു, പട്ടി. അണ്ണാൻ, സിംഹം, ആന. യെസ്, ഇതാണ് ശരിയായ ഉത്തരം അല്ലേ? അടുത്ത ചോദ്യം. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ നാം മണ്ണെണ്ണ ഒഴിക്കുന്നത് എന്തിന്? മീനുകളെ കൊല്ലാൻ, വെള്ളത്തിന് തിളക്കമുണ്ടാകാൻ, ദുർഗന്ധം അകറ്റാൻ, കൊതുകുമുട്ടകൾ നശിപ്പിക്കാൻ. ഇതിനാണ് കൊതുകുമുട്ടകൾ നശിക്കാൻ. സ്കൂൾ സമയം കഴിഞ്ഞാൽ മിച്ചം വന്ന വെള്ളം ഏറ്റവും നന്നായി ഉപയോഗിക്കാവുന്നത് എങ്ങനെ? വെള്ളം എവിടെയെങ്കിലും ഒഴിച്ചു കളയുക, വെള്ളം സുഹൃത്തിൻ്റെ ദേഹത്ത് ഒഴിക്കുക, വെള്ളം കൊണ്ട് കളിക്കുക, നനയ്ക്കേണ്ട ചെടികളുടെ ചുവട്ടിൽ ഒഴിക്കുക. ഏതാ ശരി? നനയ്ക്കേണ്ട ചെടികളുടെ ചുവട്ടിൽ ഒഴിക്കുക. അടുത്ത ചോദ്യം. താഴെ കൊടുത്തിട്ടുള്ള കഥ വായിച്ചിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ദാഹിക്കുന്ന അങ്ങാടിക്കുരുവി. ഒരു അങ്ങാടിക്കുരുവി വളരെ ദാഹിച്ചിരിക്കുകയായിരുന്നു. അവൾ ഭിത്തിക്കരികിൽ ഒരു ടാപ്പ് കണ്ടു. പക്ഷെ അതിൽ വെള്ളമില്ലായിരുന്നു. അവൾ വെള്ളത്തിന് വേണ്ടി അന്വേഷിച്ചു തുടങ്ങി. അവിടെ എങ്ങും വെള്ളത്തിൻ്റെ കണിക പോലും ഉണ്ടായിരുന്നില്ല. അവൾ ക്ഷീണിച്ചതിനാൽ ഒരു മരക്കൊമ്പിലിരുന്നു. പെട്ടെന്ന് ഒരു പെൺകുട്ടി കയ്യിൽ വെള്ളം നിറച്ച കുടവുമായി വരുന്നത് അവൾ കണ്ടു. ആ പെൺകുട്ടി മരച്ചുവട്ടിൽ വച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് വെള്ളം പകർന്നു. ഉടനെ അങ്ങാടിക്കുരുവി പറന്നിറങ്ങി വെള്ളം കുടിച്ചു. ചോദ്യം ഇതാണ്: ഈ കഥ എന്തിനെപ്പറ്റി? പെൺകുട്ടി, അങ്ങാടിക്കുരുവി, കാക്ക, അണ്ണാറക്കണ്ണൻ. അങ്ങാടിക്കുരുവിയെ കുറിച്ചിട്ടുള്ള കഥയാണ്. പെൺകുട്ടിയെ കുറിച്ചിട്ടുള്ളതാണോ? അല്ല. വെള്ളത്തിനുള്ള അന്വേഷണത്തിനൊടുവിൽ അങ്ങാടിക്കുരുവി തളർന്നിരുന്നത് എവിടെയാണ്? ഒരു ഭിത്തിക്കരികിലെ ഒരു ടാപ്പിൽ. എന്താണ് നമുക്കൊന്നുകൂടെ നോക്കാം. ഒരു മരക്കൊമ്പിലിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇത് ഫുള്ള് വായിച്ചു നോക്കണം കേട്ടോ. ഏതാ ശരി? ഒരു മരക്കൊമ്പിൽ. നമ്മൾ എന്ത് ചെയ്യണം? വേഗം ഒരു ഉത്തരം എഴുതാൻ പാടില്ല. ഒന്നും കൂടെ ആ ഖണ്ഡിക പോയിച്ച് വായിച്ചു നോക്കണം കേട്ടോ. അടുത്ത ചോദ്യം. അങ്ങാടിക്കുരുവി അന്വേഷിച്ചത് എന്ത്? എന്തിനാ അന്വേഷിച്ചത്? ഭക്ഷണം, വെള്ളം, പെൺകുട്ടി, പാത്രം. യെസ്, വെള്ളം. അടുത്ത ചോദ്യം. അങ്ങാടിക്കുരുവി ഭിത്തിക്കരികിൽ ഡാഷ് കണ്ടു. എന്ന് കണ്ടു? ഒരു ടാപ്പ് കണ്ടു. അടുത്ത ചോദ്യം. പെൺകുട്ടി ഡാഷ് ചുവട്ടിൽ വച്ചിരുന്ന പാത്രത്തിലേക്ക് വെള്ളം പകർന്നു. എവിടെയാ? ടാപ്പിൻ്റെ ചുവട്ടിലാണോ മരത്തിൻ്റെ ചുവട്ടിലാണോ? നോക്കാം നമുക്ക്. ആ പെൺകുട്ടി മരച്ചുവട്ടിൽ വച്ചിരുന്ന പാത്രത്തിലേക്ക്. അപ്പോൾ മരത്തിൻ്റെ ചുവട്ടിൽ. ഓപ്ഷൻ നമ്പർ 1 ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്ന ഗദ്യഭാഗം വായിച്ച് 21 തൊട്ട് 25 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. അത് തിങ്കളാഴ്ചത്തെ പ്രഭാതമായിരുന്നു. കുഞ്ഞ് അമൻ ഉറക്കമുണർന്നു. അവൻ കിടക്ക മടക്കി വെച്ചു. പിന്നീട് പല്ല് തേച്ചു. എന്നിട്ട് കുളിച്ചു. അവൻ അലക്കിയ വസ്ത്രം ധരിച്ചു, സ്കൂൾ വസ്ത്രം. തലമുടി ചീകി. കുഞ്ഞ് അമൻ പ്രാതൽ കഴിച്ചു. അവൻ ഒരു ഗ്ലാസ് പാൽ കുടിക്കുകയും ചെയ്തു. ബാഗ് കയ്യിലെടുത്തുകൊണ്ട് അവൻ പറഞ്ഞു, മുത്തശ്ശി, പോയി വരട്ടെ. ചോദ്യം ഇതാണ്: ആരാണ് തയ്യാറെടുക്കുന്നത്? അമ്മ, മുത്തശ്ശൻ, അച്ഛൻ, അമൻ. ഇതാ ശരി? ഓപ്ഷൻ നമ്പർ 4 അമൻ. രണ്ടാമത്തെ ചോദ്യം. എവിടേക്കാണ് അമൻ പോകുന്നത്? പാർക്കിലേക്ക്, ചന്തയിലേക്ക്, സ്കൂളിലേക്ക്, മേളയിലേക്ക്. യെസ്, ഓപ്ഷൻ നമ്പർ 2 സ്കൂളിലേക്ക്. അടുത്ത ചോദ്യം. അമൻ ഒരു ഡാഷ്. മുതിർന്ന കുട്ടി, അധ്യാപകൻ, ചെറിയ ആൺകുട്ടി, പാൽക്കാരൻ. യെസ്, ചെറിയ ആൺകുട്ടി. അടുത്ത ചോദ്യം. ആരാണ് അമൻ്റെ കിടക്ക വിരിച്ചത്? അവൻ്റെ അമ്മ, അവൻ്റെ മുത്തശ്ശി, അവൻ്റെ അച്ഛൻ, അവൻ തന്നെ. ആരാ? അലക്കിയ വസ്ത്രം ധരിച്ചു. അവൻ കിടക്ക മടക്കി വെച്ചു. അപ്പോൾ ആരാണ്? അമൻ തന്നെ അല്ലേ? അവൻ തന്നെയാണ്. ഓപ്ഷൻ നമ്പർ 4 അവൻ തന്നെ. അടുത്ത ചോദ്യം. അമൻ ഒരു ഡാഷ് ആൺകുട്ടിയാണ്. മടിയനും വൃത്തികെട്ടവനും, സത്യസന്ധനും, ദയയുള്ളവനും, ഉത്സാഹിയും ആരോഗ്യവാനും, വികൃതി. ഏതാ ശരി? ഉത്സാഹിയും ആരോഗ്യവാനും. അതുകൊണ്ടാണ് ആരോഗ്യമുള്ള ശീലങ്ങൾ അമൻ പാലിച്ചത് അല്ലേ? മടക്കി വെക്കുക, പല്ല് തേക്കുക, കുളിക്കുക മുതലായവ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.